ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. നോക്കാം ഉച്ചവരെയുള്ള പ്രധാന വാർത്തകൾ. ഡൽഹിയിൽ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ സജീവം. അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തി ജെ.പി. നദ്ദ. ലഫ്റ്റനന്റ് ഗവർണറെ കണ്ട ബി.ജെ.പി. നേതാക്കൾ. മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് അതിഷി. എ.പി. നടത്തിയ അഴിമതിയുടെ തെളിവുകൾ നശിപ്പിക്കാനുള്ള സാധ്യത തടഞ്ഞ് ഡൽഹി പൊതുഭരണ വകുപ്പ്. സെക്രട്ടേറിയറ്റിൽ നിന്ന് ഫയലുകൾ നീക്കരുതെന്ന് നിർദ്ദേശം. സ്ഥാനമൊഴിഞ്ഞ മന്ത്രിമാരുടെ ഓഫീസുകൾക്കും നിർദ്ദേശം ബാധകം. ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് വേട്ടയ്ക്കിടെ 2 ജവാന്മാർക്ക് വീരമൃത്യു. ബിജാപൂരിൽ 12 മാവോയിസ്റ്റുകളെ വധിച്ച് സുരക്ഷാസേന. പ്രദേശത്ത് തിരച്ചിൽ തുടരുന്നു. സംസ്ഥാന സർക്കാരിന്റെ കർഷക അവഗണനയ്ക്കെതിരെ ക്രൈസ്തവ സഭകൾ. ഉദ്യോഗസ്ഥരുടെ ശമ്പളം കൂട്ടാൻ കർഷകരുടെ കഴുത്തിന് പിടിക്കുന്നുവെന്ന് തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി. നെൽകർഷകരെയും റബ്ബർ കർഷകരെയും സർക്കാർ അവഗണിക്കുന്നു. കർഷകരക്ഷാ നസ്രാണി മുന്നേറ്റം നടത്താനൊരുങ്ങി ചങ്ങനാശ്ശേരി അതിരൂപത. സനാതനധർമ്മത്തെ അവഹേളിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെ പ്രതിഷേധം കടുക്കുന്നു. രൂക്ഷ വിമർശനവുമായി യോഗക്ഷേമ സഭ. ഗോവിന്ദന്റെ പരാമർശം അജ്ഞത കൊണ്ടെന്ന് അക്കീരമൺ കാളിദാസ ഭട്ടതിരിപ്പാട്. പാതിവില തട്ടിപ്പിൽ സ്ഥാപന ഉടമ അനന്തു കൃഷ്ണന്റെ ഓഫീസ് ജീവനക്കാരെ ചോദ്യം ചെയ്യൽ തുടരുന്നു. പാലക്കാട്ടും തട്ടിപ്പ്. കൊല്ലങ്കോട്ട് മാത്രം വഞ്ചിക്കപ്പെട്ടത് 300ഓളം പേർ. തട്ടിപ്പിന് നേതൃത്വം നൽകിയത് യൂത്ത് കോൺഗ്രസ് മുൻ ജില്ലാ ജനറൽ സെക്രട്ടറി. തട്ടിപ്പ് അന്വേഷിക്കാൻ ക്രൈംബ്രാഞ്ചിന്റെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം. RSS പ്രചാരകൻ പരമേശ്വർജിയുടെ സ്മരണയിൽ കേരളം. യുഗപുരുഷൻ വിട്ടുപിരിഞ്ഞിട്ട് ഇന്നേക്ക് 5 വർഷം. വിടവാങ്ങിയത് കേരളത്തിലെ സംഘപ്രസ്ഥാനങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകിയ മഹാമാനുഷി. ാമത് ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്ത് ഇന്ന് സമാപിക്കും. വൈകിട്ട് പമ്പ ആരതിയും പുണ്യനദിയിൽ സ്നാനവും. സമാപന സഭ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റേം ഗോപകുമാർ ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന പരമ്പരയിലെ 2ാം മത്സരം ഇന്ന്. പരമ്പര സ്വന്തമാക്കാൻ ഇന്ത്യ. ടോസ് നേടിയ ഇംഗ്ലണ്ട് ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. വിരാട് കോഹ്ലി കളിക്കും. ഏകദിന അരങ്ങേറ്റത്തിനൊരുങ്ങി വരുൺ ചക്രവർത്തി. വിശദമായ വാർത്തകളിലേക്ക്. ഡൽഹിയിൽ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ സജീവമാക്കി ബി.ജെ.പി. മുഖ്യമന്ത്രിയെ ദേശീയ നേതൃത്വം നിർദ്ദേശിക്കും. വിജയിച്ച ബി.ജെ.പി. MLA-മാർ ഇന്ന് വൈകിട്ട് യോഗം ചേരുന്നുണ്ട്. രാജ്നിവാസിലെത്തി ലഫ്റ്റനന്റ് ഗവർണർക്ക് രാജിക്കത്ത് കൈമാറി അതിഷി. 1998-ൽ സുഷമ സ്വരാജ് ആയിരുന്നു ഡൽഹിയിലെ അവസാന ബി.ജെ.പി. മുഖ്യമന്ത്രി. 27 വർഷത്തിനു ശേഷം അടുത്ത ബി.ജെ.പി. മുഖ്യമന്ത്രി ആരാകുമെന്ന ആകാംക്ഷയിലാണ് ദേശീയ രാഷ്ട്രീയം. ന്യൂഡൽഹി മണ്ഡലത്തിൽ അരവിന്ദ് കെജ്രിവാളിനെ പരാജയപ്പെടുത്തിയ പർവേഷ് സാഹിബ് സിംഗ് വർമ്മ, മുൻ പ്രതിപക്ഷ നേതാവ് വിജേന്ദർ ഗുപ്ത, ബാൻസുരി സ്വരാജ് തുടങ്ങി നിരവധി പേരുകൾ പരിഗണിക്കുന്നു. ഡൽഹിയിൽ ഉപമുഖ്യമന്ത്രിയും ഉണ്ടായേക്കും. ബി.ജെ.പിയുടെ ദേശീയ നേതൃത്വമാണ് ഇതിൽ അന്തിമ തീരുമാനമെടുക്കുക. അതേസമയം രാവിലെ രാജ്നിവാസിൽ എത്തിയ അതീഷി ഡൽഹി മുഖ്യമന്ത്രി പദം രാജിവെച്ചു. ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേനയ്ക്ക് രാജിക്കത്ത് കൈമാറി. കാവൽ മുഖ്യമന്ത്രിയായി അതീഷി തുടരും. AAPയുടെ കനത്ത പരാജയത്തെ തുടർന്നാണ് രാജി. അരവിന്ദ് കെജ്രിവാൾ, മനീഷ് സിസോദിയ ഉൾപ്പെടെ പ്രമുഖ നേതാക്കളെല്ലാം തോറ്റപ്പോൾ അതീഷിയുടെ കാൽക്കാജിയിലെ കഷ്ടിച്ചുള്ള വിജയം മാത്രമാണ് AAPക്ക് അല്പമൊരു ആശ്വാസമായത്. ജനം, ഡൽഹി. ഡൽഹിയിൽ എ.പി. നടത്തിയ അഴിമതിയുടെ തെളിവുകൾ നശിപ്പിക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ട് ഇടപെടലുമായി പൊതുഭരണ വകുപ്പ്. സെക്രട്ടേറിയറ്റിനുള്ളിൽ നിന്ന് പ്രധാന രേഖകളോ കമ്പ്യൂട്ടർ ഹാർഡ്വെയറുകളോ ഒന്നും പുറത്തു കൊണ്ടുപോകരുതെന്ന് ജനറൽ അഡ്മിനിസ്ട്രേഷൻ ജോയിന്റ് സെക്രട്ടറി പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നു. മന്ത്രിമാരുടെ ഓഫീസുകൾക്കും സെക്രട്ടേറിയറ്റിലെ വിവിധ വകുപ്പ് ഓഫീസുകൾക്കും നിർദ്ദേശം ബാധകമാണെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു. മദ്യകുംഭകോണവും മുഖ്യമന്ത്രിയുടെ ബംഗ്ലാവ് നവീകരണവും ഉൾപ്പെടെ നിരവധി അഴിമതി ആരോപണങ്ങളാണ് ആം ആദ്മി പാർട്ടി സർക്കാരിനെതിരെ ഉയർന്നിരുന്നത്. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ പരാജയം നേരിട്ട കോൺഗ്രസിന് 67 മണ്ഡലങ്ങളിൽ കെട്ടിവച്ച കാശും നഷ്ടമായി. 1998 മുതൽ 15 വർഷം ഡൽഹി ഭരിച്ച പാർട്ടിക്ക് 3ാം തവണയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റൊന്നും ലഭിക്കാത്തതിന്റെ നാണക്കേടിന് പുറമെയാണ് 67 മണ്ഡലങ്ങളിൽ കെട്ടിവച്ച പണവും നഷ്ടമായത്.
ബാദ്ലി, കസ്തൂർബ നഗർ, നഗ്ലോ ഇജാട്ട് എന്നീ മണ്ഡലങ്ങളിൽ മാത്രമാണ് കോൺഗ്രസ് ആശ്വാസകരമായ പ്രകടനം നടത്തിയത്. 70 സീറ്റുകളിലും പാർട്ടി ഇക്കുറി മത്സരിച്ചിരുന്നു. 2020-ലും സമാനമായ അവസ്ഥയായിരുന്നു കോൺഗ്രസിന്. അന്ന് 66 സീറ്റുകളിൽ മത്സരിച്ച പാർട്ടിക്ക് 63 സീറ്റുകളിലും കെട്ടിവെച്ച തുക നഷ്ടമായിരുന്നു. ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് വേട്ടയ്ക്കിടെ 2 ജവാന്മാർക്ക് വീരമൃത്യു. ബീജാപ്പൂരിലാണ് സുരക്ഷാ സേനയും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായത്. 12 മാവോയിസ്റ്റ് ഭീകരരെ ഏറ്റുമുട്ടലിൽ സൈന്യം വധിച്ചു. എസ് നന്ദഗോപൻ വിവരങ്ങളുമായി ചേരുന്നു. നന്ദൻ, വിവരങ്ങൾ എന്താണ്? വീണ, ഛത്തീസ്ഗഡിലെ ബീജാപ്പൂർ നാഷണൽ പാർക്ക് വനമേഖലയിൽ മാവോയിസ്റ്റുകളുടെ സാന്നിധ്യമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ സംയുക്ത സേനാ വിഭാഗം, ഛത്തീസ്ഗഡ് പോലീസിന്റെയും CRPF-ന്റെയും ഉദ്യോഗസ്ഥരടങ്ങുന്ന സംയുക്ത സേനാ വിഭാഗം ഈ മേഖലയിലേക്ക് പോയി തിരച്ചിൽ ആരംഭിച്ചു. തുടർന്ന് അപ്രതീക്ഷിതമായി മാവോയിസ്റ്റുകൾ വെടിയുതിർക്കുകയായിരുന്നു. ഇതിൽ 2 ഈ സംയുക്ത സേനാംഗങ്ങൾ വീരമൃത്യു വരിക്കുകയും 2 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം 12 മാവോയിസ്റ്റുകളെ കൊലപ്പെടുത്താനായി എന്നുള്ളതാണ്. ഈ പ്രദേശത്ത് കൂടുതൽ തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ഈ കൊല്ലപ്പെട്ടവരിൽ നിന്നും നിരവധി ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും അടക്കം കണ്ടെത്തിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ ജനുവരി അവസാനം 8 മാവോയിസ്റ്റുകളെ ഈ മേഖലയിൽ കൊലപ്പെടുത്തിയിരുന്നു. അതിനുശേഷം നിരന്തരം ഈ വനമേഖലയിൽ തിരച്ചിൽ തുടരുകയായിരുന്നു. ഇന്നിപ്പോൾ ഈ പുലർച്ചെ മുതൽ ഈ മേഖലയിൽ മാവോയിസ്റ്റുകളുടെ സാന്നിധ്യമുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്നാണ് അവിടെ ഈ സംയുക്ത സുരക്ഷാ സേനാ സംഘം അങ്ങോട്ടേക്ക് പുറപ്പെട്ടതും തുടർന്ന് വെടിവെയ്പ്പ് നടന്നതും. വീണ, ഓക്കെ, ശരി നന്ദൻ. പകുതി വില തട്ടിപ്പ് ക്രൈംബ്രാഞ്ചിന്റെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം അന്വേഷിക്കും. ഇതിനായി IG റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കും. പുതിയ സംഘത്തെ നാളെ പ്രഖ്യാപിച്ചേക്കും. അനന്തകൃഷ്ണന്റെ ഓഫീസ് ജീവനക്കാരെ ചോദ്യം ചെയ്ത മൂവാറ്റുപുഴ പോലീസ്. പ്രജിത് മോഹനൻ വിവരങ്ങളുമായി ചേർന്നു. പ്രജിത്ത്, ഇതിലെ ഏറ്റവും പുതിയ നീക്കം ക്രൈംബ്രാഞ്ചിന്റെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം ഇത് അന്വേഷിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിന്റെ കൂടുതൽ വിവരങ്ങൾക്കൊപ്പം തന്നെ ഈ ഓഫീസ് ജീവനക്കാരെ ചോദ്യം ചെയ്തതിൽ നിന്ന് പുതുതായി വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമായോ? ഏറ്റവും പുതിയ വിവരം എന്ന് പറയുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട്, കാരണം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പകുതി വില തട്ടിപ്പുമായി ബന്ധപ്പെട്ട നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങളൊക്കെ പലയിടത്തും പല നിലകളിലായി നിലനിൽക്കുന്നു. ഈ സാഹചര്യത്തിലാണ് അന്വേഷണം ഒരു സംസ്ഥാന തലത്തിൽ തന്നെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോകുക എന്നൊരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം സർക്കാരിന്റെ ഭാഗത്തു നിന്നൊക്കെ ഈ കേസുമായി ബന്ധപ്പെട്ട് കർശന നടപടി വേണമെന്നുള്ള നിർദ്ദേശം വന്നിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ക്രൈംബ്രാഞ്ച് മേധാവിയുടെ നേതൃത്വത്തിൽ ചേർന്ന പ്രത്യേക യോഗത്തിലാണ് ഇത്തരത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കാനും അത് ക്രൈംബ്രാഞ്ചിന്റെ സാമ്പത്തിക കുറ്റകൃത്യ അന്വേഷണ വിഭാഗത്തിൽ നിന്ന് തന്നെ ആകാനും തീരുമാനമെടുത്തത്. ഒരു IG-യുടെ നേതൃത്വത്തിലുള്ള ടീമായിരിക്കും ഉണ്ടാക്കുക. SP-മാരും DYSP-മാരും ഒക്കെ അടങ്ങുന്ന വലിയൊരു സംഘം തന്നെ രൂപീകരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിൽ നേരത്തെ ഈ കേസ് ആദ്യഘട്ടത്തിൽ അന്വേഷിച്ച ഉദ്യോഗസ്ഥരെയും ഉൾപ്പെടുത്താനുള്ള നിർദ്ദേശവും വന്നിട്ടുണ്ട്. വളരെ വിശാലമായ ഒരു അന്വേഷണ സംഘം തന്നെയായിരിക്കും ഈ കാര്യത്തിൽ ഉണ്ടാകുക എന്നുള്ളതാണ് പറയേണ്ടത്. 33,000-ലധികം പേർ ഈ പറയുന്ന രീതിയിൽ തട്ടിപ്പിന് ഇരയായിട്ടുണ്ട് എന്നുള്ള പരാതികൾ നിലനിൽക്കുമ്പോൾ പല ജില്ലകളിലും കേസുകളുടെ എണ്ണം 1000-നും പുറത്തേക്ക് 2000-നും 3000-നും ഒക്കെ പുറത്തേക്ക് പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുന്നു. അങ്ങനെ കേരളം കണ്ട വലിയ തട്ടിപ്പുകളിലൊന്നായി ഈ കേസ് മാറുമ്പോഴാണ് അന്വേഷണം ഏറ്റെടുക്കാൻ, അല്ലെങ്കിൽ അന്വേഷണത്തിൽ കൂടുതൽ ഒരു വലിയൊരു ടീമിനെ തന്നെ രൂപീകരിക്കാൻ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ ഈ കേസ് ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു. കാരണം പല ജില്ലകളായി രജിസ്റ്റർ ചെയ്ത കേസുകൾ, ഇതിൻ്റെ സ്വഭാവങ്ങൾ പല രീതിയിലാണ്, അങ്ങനെയൊക്കെയുള്ള ഒട്ടേറെ പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു. പക്ഷേ സർക്കാർ കഴിഞ്ഞ ദിവസം തന്നെ നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ക്രൈംബ്രാഞ്ച് മേധാവിയുടെ നേതൃത്വത്തിൽ ഇത്തരമൊരു യോഗം ചേരുകയും ഈ യോഗത്തിലാണ് കൂടുതൽ വിപുലമായ അന്വേഷണത്തിന് തന്നെ ക്രൈംബ്രാഞ്ച് തയ്യാറെടുക്കുന്നത്. എന്തായാലും ഇന്ന് ഇത് സംബന്ധിച്ചൊരു ധാരണയായിട്ടുണ്ട്. നാളെയായിരിക്കും ഈ പുതിയ അന്വേഷണ സംഘത്തെ രൂപീകരിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറത്തിറങ്ങുക എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. സംസ്ഥാന ചരിത്രത്തിലെ ഏറ്റവും പ്രധാന വലിയ തട്ടിപ്പുകളൊന്നായി ഈ പകുതി വില തട്ടിപ്പ് മാറുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും എടുത്ത് പറയേണ്ടത്. കൂടുതൽ സ്ഥലങ്ങളിൽ നിന്ന് പരാതികൾ ഉയരുന്നു, കൂടുതൽ ആളുകൾക്കെതിരെ ആരോപണങ്ങൾ ഉയരുന്നു. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ വിവിധ രാഷ്ട്രീയ പാർട്ടികളിലുള്ള ആളുകളും ഇതിന്റെ പങ്കിലുണ്ട്, അല്ലെങ്കിൽ അവർക്കും ഈ കാര്യത്തിൽ പങ്കുണ്ട് തുടങ്ങിയിട്ടുള്ള വിമർശനങ്ങളും ഒക്കെ ഉയർന്നു വരുന്നു. അങ്ങനെ വലിയ ഒരു തട്ടിപ്പായി ഞാൻ മുൻപ് പറഞ്ഞതുപോലെ കേരളത്തിൽ നടന്നിട്ടുള്ള ഏറ്റവും വലിയ തട്ടിപ്പുകളൊന്നായി പകുതി വില
തട്ടിപ്പ് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് സംബന്ധിച്ച അന്വേഷണവും കൂടുതൽ വിപുലമായി നടത്തുക എന്നുള്ളതാണ് സർക്കാരിന് മുമ്പിൽ. എന്തായാലും കൂടുതൽ പരിശോധനകളും കാര്യങ്ങളും ഒക്കെ നടന്നു പോവുകയാണ്. പ്രത്യേകിച്ച് അനന്തകൃഷ്ണന്റെ മൂവാറ്റുപുഴയിലെ ഓഫീസ് ജീവനക്കാരെയൊക്കെയുള്ള ചോദ്യം ചെയ്യൽ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഈ ഓഫീസ് പ്രവർത്തനങ്ങൾ അടക്കമുള്ള കാര്യങ്ങളിലൊക്കെയുള്ള വ്യക്തത തേടുക എന്നുള്ളതാണ് ഈ ചോദ്യം ചെയ്യലിന്റെ ഒരു അടിസ്ഥാനം. ഇത് സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നു. എന്നാലും ഇതടക്കമുള്ള കാര്യങ്ങൾ ഇനി ഏകോപനം നൽകുക ഈ പുതിയ സംഘമായിരിക്കും. പുതിയ സംഘത്തിന്റെ മറ്റ് വിവരങ്ങൾ, ആരാണ് ഈ അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകുന്ന IG റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഈ ഘട്ടത്തിൽ തീരുമാനമായിട്ടില്ല. നേരത്തെ ആദ്യഘട്ടത്തിൽ സർക്കാർ ഈ കേസ് സംസ്ഥാന പോലീസ് മേധാവി ഈ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയിരുന്നതും കൊച്ചി യൂണിറ്റിനായിരുന്നു. പക്ഷേ കൊച്ചി യൂണിറ്റ് മാത്രമായി അന്വേഷണത്തിന് നേതൃത്വം നൽകാനുള്ള ഒരു സാങ്കേതിക പ്രശ്നം, അല്ലെങ്കിൽ അതിനുള്ളൊരു എക്സാക്ട് മാൻ പവർ, അല്ലെങ്കിൽ അതിനുള്ള ഒരു കൃത്യമായി ഈ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളുള്ള ഈ കേസുകളെല്ലാം ഏകോപിപ്പിക്കാൻ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ള വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് കൂടുതൽ സമഗ്രമായ അന്വേഷണത്തിന് സംസ്ഥാനത്ത് ഒറ്റ സംഘം, അതും ഒരുപക്ഷെ ഒരു അടുത്ത കാലത്ത് രൂപീകരിച്ചിട്ടുള്ള ഇത്തരം ഒരു കുറ്റകൃത്യത്തിന് രൂപീകരിച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു സംഘം തന്നെയായിരിക്കും ഈ രീതിയിൽ ക്രൈംബ്രാഞ്ച് രൂപീകരിക്കുക എന്നുള്ളതുമാണ് ഇന്ന് ഈ രീതിയിൽ നടന്ന യോഗത്തിൽ നിന്ന് പുറത്തുവരുന്ന വിവരങ്ങൾ. വീണ. പകുതിവില തട്ടിപ്പിന് പാലക്കാട്ട് നേതൃത്വം നൽകിയത് യൂത്ത് കോൺഗ്രസിന്റെ മുൻ ജില്ലാ ജനറൽ സെക്രട്ടറി MK ഗിരീഷ് കുമാർ. K മുരളീധരനെ ഉൾപ്പെടെ പരിപാടിക്ക് എത്തിച്ചാണ് തട്ടിപ്പ് നടത്തിയത്. കൊല്ലങ്കോട്ട് മാത്രം വഞ്ചിക്കപ്പെട്ടത് 290 പേരാണ്. അരുൺ ആലത്തൂർ വിവരങ്ങൾ നൽകും. അരുൺ, 290 പേര് വഞ്ചിക്കപ്പെട്ടത് എന്ന് പറയുമ്പോൾ എത്ര ആഴത്തിൽ അവിടെ ഈ പകുതിവില തട്ടിപ്പ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇതിന് നേതൃത്വം നൽകിയത് യൂത്ത് കോൺഗ്രസിന്റെ മുൻ ജില്ലാ ജനറൽ സെക്രട്ടറി ആണെന്നാണ് അറിയുന്നത്. പല രാഷ്ട്രീയ നേതാക്കളെയും ഇതിന്റെ ഭാഗമാക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പല ഘട്ടങ്ങളിൽ. പക്ഷെ പലർക്കും ഇതിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നില്ല. പക്ഷെ ഇദ്ദേഹം ഇതിന് നേതൃത്വം നൽകിയെന്നാണോ വിവരങ്ങൾ? തീർച്ചയായിട്ടും ഈ പാലക്കാട് ഈ 1000 കോടിയിലധികം തട്ടിപ്പ് നടത്തിയ അനന്തകൃഷ്ണൻ നേതൃത്വം നൽകിയ നാഷണൽ NGO കോൺഫെഡറേഷന്റെ പാലക്കാട് ജില്ലയിലെ അധ്യക്ഷൻ ഈ യൂത്ത് കോൺഗ്രസിന്റെ മുൻ ജനറൽ സെക്രട്ടറി ആയിരുന്നു എന്നതാണ്. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഫോറത്തിന്റെ മറവിലാണ് ഈ യൂത്ത് കോൺഗ്രസ് പാലക്കാട് മുൻ ജില്ലാ സെക്രട്ടറി ആയിരുന്ന MK ഗിരീഷ് കുമാർ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. K മുരളീധരനെ ഉൾപ്പെടെ പരിപാടിക്ക് എത്തിച്ച ആളുകളുടെ വിശ്വാസ്യത നേടിയെടുത്താണ് തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. ബാങ്ക് വഴിയും നേരിട്ടും നിരവധി ആളുകൾ ഈ MK ഗിരീഷ് കുമാറിന് പണം കൈമാറിയിട്ടുണ്ട്. തട്ടിപ്പിനിരയായ 290 പേർ ഇപ്പോൾ പാലക്കാട് കൊല്ലങ്കോട് പോലീസ് സ്റ്റേഷനിൽ നിന്നെത്തി പരാതി നൽകിയിരിക്കുകയാണ്. MK ഗിരീഷ് കുമാറിനെതിരെയാണ് ഇവർ പരാതി നൽകിയിരിക്കുന്നത്. അതേസമയം ഗിരീഷ് കുമാർ പറയുന്നത് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. വിഷയത്തിൽ ഗിരീഷ് കുമാർ പ്രതികരണമായി നടത്തുന്നത്. ഏതായാലും പാലക്കാട് ജില്ലയിൽ വ്യാപകമായിട്ട് ഈ പാതിവില തട്ടിപ്പ് വിവിധയിടങ്ങളിൽ നടന്നിട്ടുണ്ട്. കൊല്ലങ്കോട് മാത്രമല്ല, കൊല്ലങ്കോടും ഇത്തരത്തിൽ ഗിരീഷ് കുമാറിന്റെ നേതൃത്വത്തിലാണ് നടന്നിരിക്കുന്നത്. നേരത്തെ ശ്രീകൃഷ്ണപുരത്തും സമാന രീതിയിൽ പരാതിയുമായിട്ട് ആളുകൾ രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇനി ഇത്തരത്തിലുള്ള വിവരങ്ങൾ കൂടുതൽ പുറത്തു വരുമ്പോൾ കൂടുതൽ ഇടങ്ങളിൽ നിന്ന് ആളുകൾ ഇത്തരത്തിൽ പരാതിയുമായി രംഗത്തെത്താനുള്ള സാധ്യതയും ഉണ്ട് എന്നതാണ് പോലീസ് പറയുന്നത്. ഓക്കെ, ശരിയാണ്. പകുതിവില തട്ടിപ്പിൽ കോഴിക്കോട്ട് തട്ടിപ്പിനിരയായത് 363 പേർ. ഇവരിൽ നിന്ന് തട്ടിയെടുത്തത് 2 കോടിയോളം രൂപയാണ്. വിശ്വാസം ആർജിച്ച ശേഷമായിരുന്നു അനന്തുവിന്റെ തട്ടിപ്പെന്നും പിടിക്കപ്പെടുന്ന അന്നും സംസാരിച്ചിരുന്നതായും രൂപമാറ്റത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ തിരുപ്പതിയിൽ പോയി മൊട്ടയടിച്ചതാണെന്ന് മറുപടി നൽകിയെന്നും സന്നദ്ധ സംഘടനാ പ്രവർത്തക ജാനകി പറയുന്നു. തട്ടിപ്പ് നടന്നത് 2023 ഏപ്രിൽ മാസത്തിൽ. സ്ത്രീകൾക്ക് സബ്സിഡിയിൽ പകുതി വിലയ്ക്ക് ലാപ്ടോപ്പും സ്കൂട്ടറും തയ്യൽ മെഷീനും നൽകാമെന്ന് അനന്തകൃഷ്ണൻ തന്നെ നേരിട്ടെത്തി ബിലാത്തിക്കുളത്തുള്ള NGO സ്ഥാപനത്തിലെ പ്രൊജക്ട് മാനേജറെ വിശ്വസിപ്പിച്ചു. മാനേജർ പറഞ്ഞതനുസരിച്ച് പ്രദേശത്തെ 90ഓളം പേർ അനന്തകൃഷ്ണന്റെ അക്കൗണ്ടിലേക്ക് പണം കൈമാറി. 72 ലക്ഷത്തിലധികം രൂപ അയച്ചു നൽകി. എന്നാൽ പണം നൽകി മാസങ്ങൾ കഴിഞ്ഞിട്ടും ലാപ്ടോപ്പും തയ്യൽ മെഷീനും സ്കൂട്ടറും ലഭിക്കാത്തതിനെ തുടർന്നാണ് NGO സ്ഥാപനത്തിലെ പ്രൊജക്ട് മാനേജർ നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി പരാതി നൽകിയത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ നടക്കാവ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കൂടുതൽ പേർ ഈ തട്ടിപ്പിനിരയായിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം. ജനം, കോഴിക്കോട്. ഭൂനികുതി വർധനയിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി. സർക്കാർ കർഷകരെ മാനിക്കുന്നില്ല എന്നതിന് തെളിവാണ് ഭൂനികുതി വർധനയെന്ന് പാംപ്ലാനി തുറന്നടിച്ചു. സർക്കാർ നിലപാട് കർഷക വിരുദ്ധമാണ്. കത്തോലിക്ക കോൺഗ്രസ് തലശ്ശേരി അതിരൂപത നേതൃസംഗമത്തിലാണ് ആർച്ച് ബിഷപ്പിന്റെ രൂക്ഷ വിമർശനം. കർഷകന്റെ കൃഷിഭൂമിയുടെ നികുതി വർദ്ധിപ്പിക്കുന്നത് സംസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ ആദായമാർഗമായി മന്ത്രി കരുതുന്നുവെങ്കിൽ നിങ്ങൾ കർഷകനെ മാനിക്കുന്നില്ല എന്നാണ് അർത്ഥം. കർഷകന്റെ മഹത്വവും അറിയുന്നില്ല. സർക്കാർ നിലപാട് കർഷക വിരുദ്ധമാണെന്നും തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി വിമർശനമുന്നയിച്ചു.
ഉദ്യോഗസ്ഥരുടെ ശമ്പള നിരക്ക് വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി കർഷകരുടെ കഴുത്തിന് പിടിച്ചു ഞെക്കാൻ ശ്രമിക്കുന്ന ഈ നിലപാട് കർഷക വിരുദ്ധമാണെന്നും അദ്ദേഹം ആരോപിച്ചു. ഇവിടുത്തെ കർഷകൻ ചോര നീരാക്കി പറമ്പിൽ പണിയെടുത്താണ് ഇന്നാട്ടിലെ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളെ അടക്കം തീറ്റിപ്പോറ്റുന്നത്. സാങ്കേതിക വിദ്യ എത്രമേൽ വളർന്നുകൊള്ളട്ടെ, കമ്പ്യൂട്ടറിൽ നിന്ന് ഒരു ഉദ്യോഗസ്ഥനും ഒരു IT വിദഗ്ധനും ഉച്ചയൂണ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റില്ല. മറിച്ച് അവന് ഭക്ഷണം കിട്ടണമെങ്കിലും ഈ പാവപ്പെട്ട കർഷകന്റെ ചോരയും നീരും നിലത്ത് വീണ് വിത്തിന് പോഷണമേകേണ്ടതുണ്ട് എന്നുള്ളത് സത്യമാണ്. ആ വസ്തുത നമ്മുടെ കേരള സർക്കാർ മറന്നുപോകുന്നു എന്ന് കാണുന്നത് ദുഃഖകരമാണ്. സർക്കാർ നിലപാടിനെതിരെ വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്നും വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ കത്തോലിക്ക സഭ ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്നും മാർ ജോസഫ് പാംപ്ലാനി മുന്നറിയിപ്പ് നൽകി. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച അവതരിപ്പിച്ച സംസ്ഥാന ബജറ്റിൽ ഭൂനികുതി 50% കുത്തനെ കൂട്ടുകയായിരുന്നു. ഇതിനെതിരെയായിരുന്നു ആർച്ച് ബിഷപ്പിന്റെ രൂക്ഷ വിമർശനം. ജനം, കണ്ണൂർ. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനെതിരെ ചങ്ങനാശ്ശേരി അതിരൂപത. ക്രൈസ്തവ സമൂഹത്തിന് അർഹമായ ന്യൂനപക്ഷ അവകാശങ്ങൾ നിഷേധിക്കുന്നത് അവകാശ ലംഘനമാണെന്ന് ഇടയലേഖനത്തിൽ പരാമർശിച്ചു. ജസ്റ്റിസ് ബെഞ്ചമിൻ കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാത്തതിന് പിന്നിൽ സ്ഥാപിത താൽപര്യമെന്നും ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാപ്പൊലീത്ത മാർ തോമസ് തറയിൽ ആരോപിച്ചു. സനാതനധർമ്മത്തെ അവഹേളിച്ച CPM സംസ്ഥാന സെക്രട്ടറിക്കെതിരെ രൂക്ഷ വിമർശനവുമായി യോഗക്ഷേമ സഭ. MV ഗോവിന്ദന് സനാതനധർമ്മത്തെക്കുറിച്ച് ബ്രാഹ്മണരെക്കുറിച്ചും അറിയാത്തതുകൊണ്ടാണ് ഇത്തരം പരാമർശം നടത്തുന്നതെന്ന് യോഗക്ഷേമ സഭ സംസ്ഥാന പ്രസിഡന്റ് അക്കിരമൺ കാളിദാസൻ ഭട്ടതിരിപ്പാട്. സനാതനധർമ്മത്തെ അവഹേളിക്കുന്നതിനോടൊപ്പം ബ്രാഹ്മണ സമൂഹത്തെ ഇകഴ്ത്തിക്കാട്ടാനാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ചെയ്തതെന്ന് യോഗക്ഷേമ സഭ സംസ്ഥാന പ്രസിഡന്റ് അക്കീരമൺ കാളിദാസ ഭട്ടതിരിപ്പാട് പറഞ്ഞു. വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുള്ള രാഷ്ട്രീയമാണ് MV ഗോവിന്ദൻ നടത്തിയത്. സനാതനധർമ്മത്തെക്കുറിച്ച് അറിയാമെന്ന് സംശയം, അല്ലെങ്കിൽ അറിയില്ലെന്ന് നടിക്കുന്നു. രണ്ടാമത് ബ്രാഹ്മണരെക്കുറിച്ച് ഒരു ചുക്കും അറിയില്ല എന്ന് നമുക്ക് ബോധ്യമാവുകയാണ്. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഈ അതിൻ്റെ ഒരു കളിയുടെ ഭാഗമായിട്ട് മറ്റ് പല ജാതിമത അവരോട് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഫൗൾ പ്ലേ ആയിട്ട് എനിക്കതിനെ കാണാൻ കഴിഞ്ഞു. അല്ലാണ്ട് ഇദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞാൽ അറിയാൻ വയ്യ എന്നൊന്ന് വിശ്വസിക്കാൻ വയ്യ. പിന്നെ വേറെ എന്നുള്ളത് ഈ ബ്രാഹ്മണരോടുള്ള എന്തോ ഒരു അപകർഷതാബോധമോ എന്തെങ്കിലും ഒരു പുച്ഛമോ ഒക്കെ അതിൻ്റെ പിന്നിലുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. CPM ഇടുക്കി ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് MV ഗോവിന്ദൻ സനാതനധർമ്മത്തെയും ബ്രാഹ്മണ സമൂഹത്തെയും അവഹേളിച്ച് പ്രസംഗം നടത്തിയത്. സനാതനധർമ്മം ഉയർത്തിക്കാട്ടുന്നവർ ബ്രാഹ്മണരുടെ കുട്ടിയുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എന്നായിരുന്നു MV ഗോവിന്ദന്റെ പരാമർശം പിൻവലിച്ചില്ലെങ്കിൽ തുടർ നടപടി സ്വീകരിക്കാനാണ് യോഗക്ഷേമ സഭയുടെ തീരുമാനമെന്നും കാളിദാസ ഭട്ടതിരിപ്പാട് വ്യക്തമാക്കി. അഖിൽ പാലോട്ടുമഠം, ജനം, കൊച്ചി. കാടിറങ്ങുന്ന ഭീതി. പത്തനംതിട്ട തണ്ണിത്തോട് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാന വനത്തോട് ചേർന്ന പ്രദേശങ്ങളിലൂടെ സഞ്ചരിക്കുന്നു. ഒരു ദിവസത്തിലധികം തണ്ണിത്തോട് കല്ലാറ്റിൽ നിലയുറപ്പിച്ച പിടിയാന കാടു കയറിയ ശേഷം കുട്ടിയാനയുമായി തിരികെ വരികയായിരുന്നു. പ്രദേശത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നിരീക്ഷണം ഏർപ്പെടുത്തി. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് വനംവകുപ്പ് അറിയിച്ചു. ദിവസത്തിലേറെ ആന നിലയുറപ്പിച്ചത് പത്തനംതിട്ട തണ്ണിത്തോടിന് റോഡിനോട് ചേർന്ന ഈ കല്ലാർ ഭാഗത്താണ്. ഈ കല്ലാറ്റിൻ ഭാഗത്ത് നിന്നും ഇന്ന് പുലർച്ചെ ആന കാട് കയറി അതിനുശേഷം പിടിയാന കുട്ടിയാനയുമായി തിരികെ ഈ ഭാഗത്തേക്ക് തന്നെ എത്തുകയായിരുന്നു. അല്പസമയം ഏകദേശം 3/4 മണിക്കൂറോളം ആന വീണ്ടും ഇന്ന് കാട് കയറി തിരികെ ഇറങ്ങിയതിനു ശേഷം ഈ പ്രദേശത്ത് വീണ്ടും നിലയുറപ്പിച്ചു. അതിനുശേഷം ആനയുടെ സഞ്ചാരം ഇപ്പോൾ ആനത്താര മേഖലയിലൂടെയാണ്. കാടിനോട് ചേർന്ന പ്രദേശത്തേക്കാണ് ആന നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ആനത്താര പ്രദേശത്തൂടെ ആനകൾ നിരന്തരം ഈ പ്രദേശത്തൂടെ സഞ്ചാരം ഉള്ളതാണ്. ഇപ്പോൾ ആന സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന പ്രദേശത്തൂടെ ആ പ്രദേശത്തിന് വിപരീതമായി ആന സഞ്ചരിക്കുകയാണെങ്കിലാണ് ജനവാസ മേഖലയിലേക്ക് ആന എത്താനുള്ള ഒരു സാധ്യത ഉള്ളത്. ആശങ്കപ്പെടേണ്ട സാഹചര്യം ആ പ്രദേശത്തേക്ക് എത്തുകയാണെങ്കിൽ ആണ് ഉണ്ടാകുന്നത്. അടവി ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് വിനോദസഞ്ചാരികൾ ധാരാളമായി എത്തുന്ന ഒരു റോഡ് ഉൾപ്പെടെയുള്ള മറ്റ് ആളുകൾ തിങ്ങിക്കൂടി പാർക്കുന്ന ഒരു പ്രദേശമാണ് ഇതിനോട് ചേർന്ന പ്രദേശം. ആ പ്രദേശത്തേക്ക് ആന എത്താനുള്ള സാധ്യതകൾ കണക്കിലെടുത്തുകൊണ്ട് ആ പ്രദേശത്ത് ജാഗരൂകരായിട്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ
ഉദ്യോഗസ്ഥരും RRT സംഘവും നിലയുറപ്പിച്ചിട്ടുണ്ട്. ഏതെങ്കിലും സാഹചര്യത്തിൽ ഈ ജനവാസ മേഖലയിലേക്ക് ആന എത്തുകയാണെങ്കിൽ ഈ ആനയെ തുരത്തുന്നതിന് വേണ്ടി കാട്ടിലേക്ക് മടക്കി അയക്കുന്നതിന് വേണ്ടി സർവ്വസജ്ജമാണ് ഈ RRT ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ വനപാലകരും അടങ്ങുന്ന വലിയൊരു സംഘം 2 ദിവസത്തിനടുത്ത് വെള്ളിയാഴ്ച രാത്രി 7 മണിയോട് കൂടിയാണ് ആന ഈ പ്രദേശത്തേക്ക് എത്തുന്നത്. പിന്നീട് ആന ഏറെ സമയം വെള്ളത്തിൽ നിലയുറപ്പിച്ചു. അതിനുശേഷം ഇന്ന് പുലർച്ചയോടുകൂടി ആന കാട് കയറിയിട്ടുണ്ട് എന്ന് വനപാലകർ ഉറപ്പുവരുത്തുകയും ചെയ്തു. അതിനുശേഷമാണ് ഇന്ന് രാവിലെ പിടിയാന കുട്ടിയാനയോടൊപ്പം തിരികെ കാടിറങ്ങി വരികയും ചെയ്യുന്നത്. നിലവിൽ ആനയ്ക്ക് അസ്വസ്ഥതകളോ ആരോഗ്യ പ്രശ്നങ്ങളോ ഒന്നുമില്ല എന്നാണ് വനം വകുപ്പും ഒപ്പം വെറ്റിനറി ഡോക്ടർമാരും നടത്തിയ നിരീക്ഷണത്തിൽ നിന്ന് മനസ്സിലാകുന്നത് എന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ആന ഇവിടെ ഇങ്ങനെ വെള്ളത്തിലിറങ്ങി കൂടുതൽ സമയം നിൽക്കുന്നത് എന്നുള്ളതാണ് ഇനി വ്യക്തത വരേണ്ട കാര്യം. ഇപ്പം ഇന്ന് രാവിലെ തന്നെ 3 തവണ ഇപ്പോൾ കാടിറങ്ങി ഇവിടെ നമ്മുടെ ജനവാസ മേഖല അടുത്തേറെ വന്നു. നമ്മുടെ ടീം അതിനെ വിരട്ടി ഓടിച്ച് കാട്ടിലോട്ട് കയറി. പക്ഷേ വീണ്ടും 1 മണിക്കൂറിന് ശേഷം വീണ്ടും തിരികെ ഇറങ്ങുന്നുണ്ട്. എന്താണെന്നറിയില്ല. സാധാരണ ആന വന്നു കഴിഞ്ഞാൽ വെള്ളം കുടിച്ചിട്ട് പോകണം. ഇപ്പോൾ മെനഞ്ഞാന്ന് സന്ധ്യയ്ക്ക് വന്ന ആന ഇപ്പോഴും ഈ തീരത്തും ഈ കാട്ടിൻ്റെ അരികിലുമായിട്ട് ഇങ്ങനെ കുട്ടിയായിട്ട് നിലർപ്പിച്ചിരിക്കുകയാണ്. അതിന് പ്രത്യക്ഷത്തിൽ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല ഊർജ്ജസ്വലമായിട്ട് നടക്കുന്നുണ്ട്. കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല. ആ ഡോക്ടർമാർ വന്ന് നിരീക്ഷിച്ചതാണ്. നമ്മൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ടീം കോന്നി RRT ടീമെല്ലാം വന്നിട്ടുണ്ട്. കുഴപ്പമില്ല. നമ്മൾ ജനങ്ങളെ സുരക്ഷിതമാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. കുഴപ്പമില്ല. എന്നാൽ ആനയും സുരക്ഷിതമാണ്. പ്രശ്നങ്ങളൊന്നുമില്ലാതെ തോന്നുന്നു. നിലവിൽ ആനയുടെ സഞ്ചാരം ഈ ആനത്താരിയോട് ചേർന്ന പ്രദേശത്തൂടെ ആയതുകൊണ്ട് തന്നെ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ആന ആ വഴിക്ക് തന്നെ പോവുകയാണെങ്കിൽ അത് കാട്ടിലേക്ക് പോകുന്നതിനുള്ള മേഖലയാണ്. കാട് കയറാനുള്ള സാധ്യതയാണ് ഉള്ളത്. അഥവാ ഇനി ആന വിപരീത ദിശയിൽ വരികയാണെങ്കിൽ ജനവാസ മേഖലയിലേക്ക് എത്തുകയാണെങ്കിൽ അതിനെ തുരത്തുന്നതിന് വേണ്ടിയുള്ള സുരക്ഷാ ക്രമീകരണങ്ങളുമായിട്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും RRT സംഘവും എല്ലാം ഇവിടെ ഈ പ്രദേശത്ത് വിവിധ ഭാഗങ്ങളിൽ കാടിനോട് ചേർന്ന പ്രദേശത്ത് നിരീക്ഷണം നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ ജനവാസ മേഖലയിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നിലയുറപ്പിച്ചിട്ടുമുണ്ട്. ക്യാമറമാൻ അജയൻ നായർക്കൊപ്പം കല്ലാറ്റിൽ നിന്നും മിഥുൻ മുരളി, ജനം, പത്തനംതിട്ട. വയനാട്ടിൽ വീണ്ടും കടുവയെ കണ്ടു. തലപ്പുഴ 44 കാട്ടിയേരിക്കുന്നിൽ ജനവാസ മേഖലയിലാണ് കടുവയുടെ സാന്നിധ്യം കണ്ടെത്തിയത്. ജനവാസ മേഖലയോട് ചേർന്ന് വാഴത്തോട്ടത്തിൽ അജ്ഞാത ജീവിയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയിരുന്നു. കടുവയുടെ കാൽപ്പാടുകളാണ് കണ്ടതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. ഒരാഴ്ചയായി തലപ്പുഴ 44ലും കമ്പിപ്പാലത്തും കടുവയുടെ സാന്നിധ്യമുണ്ടായിരുന്നു. വിവരം അറിയിച്ചിട്ടും വനപാലകർ നടപടി സ്വീകരിച്ചില്ല എന്ന് നാട്ടുകാർ പറയുന്നു. അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ നിലയിൽ കണ്ടെത്തിയ കാട്ടാനയുടെ സ്ഥിതി അതീവ ഗുരുതരം. മസ്തകത്തിൽ നിന്ന് പുഴു അരിച്ചിറങ്ങുന്ന ദൃശ്യങ്ങൾ പുറത്ത്. അതേസമയം തൃശൂർ മരോട്ടിച്ചാൽ ചീരക്കുണ്ടിൽ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി. തൃശൂരിൽ ദേശീയപാത മണ്ണൂത്തി വെട്ടിക്കലിൽ സ്വകാര്യ ബസ് ഇടിച്ച് മ്ലാവ് ചത്തു. ദേശീയപാത കുറുകെ കടക്കുകയായിരുന്ന മ്ലാവിനെയാണ് ബസ് ഇടിച്ചത്. തൃശൂർ പാലക്കാട് റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സാണ് ഇടിച്ചത്. രാജ്യം രാജ്യാന്തരം. ലബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്കെതിരെ വീണ്ടും ഇസ്രായേൽ ആക്രമണം. ബാക്ക താഴ്വരയിലെ ഭീകര കേന്ദ്രങ്ങളിലായിരുന്നു ആക്രമണം. ഹിസ്ബുള്ള ഭീകരൻ അലി ബറാക്കത്ത് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. വെടിനിർത്തൽ ധാരണകൾ ലംഘിക്കപ്പെട്ടതിനെ തുടർന്നാണ് സൈനിക നടപടി. ഭീകരരുടെ ആയുധ നിർമ്മാണശാലകൾ ഉൾപ്പെടെ ഇസ്രായേൽ തകർത്തു. ഹിസ്ബുള്ള നേതാവ് അലി ബറാക്കത്ത് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഹിസ്ബുള്ള ഡ്രോൺ വിഭാഗം തലവൻ കൂടിയാണ് ഇയാൾ. ഇസ്രായേലിനെതിരെ ആളില്ലാ വിമാനങ്ങൾ ഉപയോഗിച്ച് നടന്ന ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്തത് ഇയാളെന്നാണ് സൂചനകൾ. ഇസ്രായേലുമായി നേരത്തെ ലെബനൻ വെടിനിർത്തൽ ധാരണയിലെത്തിയിരുന്നു. ഹിസ്ബുള്ളയെ നിരായുധീകരിക്കുകയും ബഫർ സോൺ രൂപീകരിക്കുകയും ചെയ്യണമെന്ന ധാരണയിലാണ് വെടിനിർത്തൽ നടപ്പാക്കിയത്. എങ്കിലും ഇസ്രായേലിനെതിരെ ഹിസ്ബുള്ള ഭീകരർ വീണ്ടും സംഘടിച്ചത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് നടപടി. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. ഹമാസിന് അന്ത്യശാസനം നൽകി US. ഹമാസ് ബന്ദികളാക്കിയവരെ ഉടൻ മോചിപ്പിക്കണമെന്ന് US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ ആവശ്യപ്പെട്ടു. അതേസമയം 2ാം ഘട്ട വെടിനിർത്തൽ ചർച്ചയ്ക്കായി ഖത്തറിലേക്ക് ഇസ്രായേൽ പ്രതിനിധികളെ അയക്കും. ബന്ദികളെ പീഡിപ്പിച്ച ഹമാസിന്റെ നടപടി അപലപിക്കണമെന്നാവശ്യപ്പെട്ട് ഐക്യരാഷ്ട്രസഭയിലെ ഇസ്രായേൽ പ്രതിനിധി സെക്രട്ടറി ജനറലിന് കത്ത് നൽകി. CPM തൃശൂർ ജില്ലാ സമ്മേളനത്തിന് ഇന്ന് കുന്നംകുളത്ത് തുടക്കമാകും. 24ാം പാർട്ടി കോൺഗ്രസിനും സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായുള്ള അവസാന ജില്ലാ സമ്മേളനമാണ് തൃശൂരിൽ നടക്കുക. CPM സംസ്ഥാന സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ മെമ്പറുമായ MV ഗോവിന്ദൻ ഇന്നാരംഭിക്കുന്ന പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും.
42 ജില്ലാ കമ്മിറ്റി അംഗങ്ങളും 392 പ്രതിനിധികളും അടക്കം 434 പേർ സമ്മേളനത്തിൽ പങ്കെടുക്കും. തലമുറ മാറ്റവും നേതൃമാറ്റവും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് നിലവിലെ ജില്ലാ സെക്രട്ടറി MM വർഗീസിന് ഒരുപക്ഷെ മാറ്റമുണ്ടായേക്കാം. അങ്ങനെയെങ്കിൽ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നവരിൽ പ്രധാനികൾ മുൻ SFI സംസ്ഥാന സെക്രട്ടറി UP ജോസഫും ഗുരുവായൂർ മുൻ MLA KV അബ്ദുൽ ഖാദറുമാണ്. അതേസമയം സംസ്ഥാന കമ്മിറ്റി അംഗം AC മൊയ്തീൻ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് മടങ്ങിയെത്തുമെന്നും പാർട്ടിക്കുള്ളിൽ അടക്കം പറച്ചിലുകളുണ്ട്. സംഘടനാ റിപ്പോർട്ടിലും അതിന്മേലുള്ള ചർച്ചയിലും ജില്ലയിൽ വിഷയങ്ങൾ ഏറെയാണ്. കരുവന്നൂർ കുട്ടനല്ലൂർ ബാങ്ക് തട്ടിപ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയം, സംഘടനാ തലത്തിലെ അച്ചടക്ക നടപടികൾ, ഏരിയ സമ്മേളനത്തിലെ ഭാരവാഹി തെരഞ്ഞെടുപ്പുകൾ, സംസ്ഥാന സർക്കാരിന്റെ ഭരണവിലയിരുത്തൽ തുടങ്ങി ഒട്ടേറെ വിഷയങ്ങളിൽ ചർച്ച നടക്കും. 3 ദിവസങ്ങളായി നടക്കുന്ന സമ്മേളനത്തിനൊടുവിൽ ഫെബ്രുവരി 10 പുതിയ ജില്ലാ കമ്മിറ്റി നിലവിൽ വരും. ജനം, തൃശൂർ. സംസ്ഥാന കമ്മിറ്റി ഇടപെട്ടിട്ടും കോഴിക്കോട്ട് CPM-ലെ വിമത നീക്കം കെട്ടടങ്ങുന്നില്ല. ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് PK ദിവാകരനെ ഒഴിവാക്കിയതിനെതിരെ പ്രതിഷേധം തുടരുന്നു. ഇന്നലെ വടകര പാതിയാരക്കരയിലായിരുന്നു പ്രതിഷേധ പ്രകടനം. RMBയുടെ രൂപീകരണത്തെ ഓർമ്മിപ്പിക്കും വിധമുള്ള വിമത നീക്കമാണ് ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ നടക്കുന്നത്. CPM ജില്ലാ നേതൃത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ട് അണികൾ തെരുവിലിറങ്ങുന്നത് പതിവായി. ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന PK ദിവാകരനെ ഒഴിവാക്കിയതാണ് പരസ്യ പ്രതിഷേധങ്ങൾക്ക് കാരണം. ഇന്നലെ വടകര പതിയാരക്കര നടുവയൽ ഭാഗത്താണ് അണികൾ പ്രകടനം നടത്തിയത്. 31-ന് സമാപിച്ച CPM കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിനു ശേഷം ജില്ലാ നേതൃത്വത്തിനെതിരെ നടക്കുന്ന 4ാമത്തെ പ്രതിഷേധ പ്രകടനമാണിത്. മുൻപ് മണിയൂർ പഞ്ചായത്തിലെ പാലയാട്, മുടപ്പിലാവ് എന്നിവിടങ്ങളിലും തിരുവള്ളൂർ പഞ്ചായത്തിലും പ്രകടനം നടത്തിയിരുന്നു. പ്രതിഷേധങ്ങൾ തടയാൻ നേതൃത്വം ശ്രമം നടക്കുന്നതിനിടെയാണ് CPM-നെ ഞെട്ടിച്ച് ഇന്നലെ വീണ്ടും പ്രകടനം നടന്നത്. പാർട്ടിയിൽ തോന്നിയ പോലെ തീരുമാനമെടുക്കാമെന്ന് ആരും കരുതേണ്ടെന്നാണ് പൊതുവായി ഉയർന്നുവരുന്ന മുദ്രാവാക്യം. CPM മുൻ ജില്ലാ സെക്രട്ടറി P മോഹനൻ, ഭാര്യയും ജില്ലാ കമ്മിറ്റി അംഗവുമായ KK ലതിക എന്നിവരുടെ കണ്ണിലെ കരടായതാണ് ദിവാകരനെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കാൻ കാരണമെന്നാണ് പുറത്തുവരുന്ന വിവരം. അതേസമയം ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് തന്നെ ഒഴിവാക്കിയതിൽ അതൃപ്തി രേഖപ്പെടുത്തി PK ദിവാകരൻ ജില്ലാ കമ്മിറ്റിക്ക് കത്ത് നൽകിയിട്ടുണ്ട്. വടകരയിലെ സംഘടനാ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നും ആവശ്യമുണ്ട്. സമ്മേളന കാലയളവിൽ ഉയർന്നുവന്ന വിമത നീക്കത്തെ പ്രതിരോധിക്കാനാകാതെ കൂടുതൽ പ്രതിസന്ധിയിലായിരിക്കുകയാണ് CPM. ജനം, കോഴിക്കോട്. ലോകത്തെ ഏറ്റവും വലിയ ചരക്ക് കപ്പലായ MSC ഐറീന വിഴിഞ്ഞം തുറമുഖത്തെത്തുന്നു. മെയ് 24-ാം തീയതി കപ്പൽ വിഴിഞ്ഞം തുറമുഖത്ത് നങ്കൂരമിടും. ഈ മാസം നടക്കുന്ന അന്താരാഷ്ട്ര ഇൻവെസ്റ്റ്മെന്റിൽ ഏറ്റവും കൂടുതൽ നിക്ഷേപങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നതും മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി തന്നെ. മലപ്പുറം വേങ്ങര മിനി ഊട്ടിയിൽ വാഹനാപകടത്തിൽ 2 മരണം. ലോറിയും ഇരുചക്രവാഹനവും കൂട്ടിയിടിച്ചാണ് അപകടം. മലപ്പുറം കോട്ടപ്പുറം സ്വദേശികളാണ് മരിച്ചത്. രാവിലെ 10 മണിയോടെയാണ് അപകടമുണ്ടായത്. കോട്ടപ്പുറം ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളായ മുഫീദ്, വിനായക് എന്നിവരാണ് മരിച്ചത്. ഹൈന്ദവ പരിഷത്ത് വിശേഷങ്ങളിലേക്ക്. ാമത് അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിന് ഇന്ന് സമാപനമാകും. വൈകിട്ട് 4-ന് സമാപന സഭ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റേം ഗോപകുമാർ ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 6:30-ക്ക് പമ്പ ആരതിയും പുണ്യനദിയിൽ സ്നാനവും നടക്കും. ദക്ഷിണ ഭാരതത്തിലെ ഏറ്റവും വലിയ ഹിന്ദുമത സമ്മേളനത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാന പരിഷത്തിനാണ് ഇന്ന് സമാപനമാകുന്നത്. RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് പങ്കെടുത്തത് ഇത്തവണത്തെ പരിഷത്തിനെ സവിശേഷ പ്രാധാന്യമുള്ളതാക്കി. സർസംഘചാലക് പങ്കെടുത്ത ഹിന്ദു ഏകതാ സമ്മേളനത്തിൽ 100,000-ഓളം പേരാണ് പങ്കെടുത്തത്. ഹിന്ദു ഐക്യത്തിന് ശക്തമായ ആഹ്വാനം നൽകിയ സർസംഘചാലകിന്റെ വാക്കുകൾ ഹൈന്ദവ സമൂഹത്തിന് പുതിയ ദിശാബോധം നൽകുന്നതായിരുന്നു. ഒരാഴ്ച നീണ്ടുനിന്ന പരിഷത്തിന് ഇന്ന് വൈകിട്ട് പമ്പ ആരതിയോടെ സമാപനമാകും. വൈകിട്ട് 4 മണിക്ക് നടക്കുന്ന സമാപന യോഗം നിയമസഭ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റേം ഗോപകുമാർ ഉദ്ഘാടനം ചെയ്യും. ഹിന്ദുമത മഹാമണ്ഡലം അധ്യക്ഷൻ PS നായർ അധ്യക്ഷനാകും. ജർമ്മനി യോഗവിദ്യ ആശ്രമ മഠാധിപതി സ്വാമി സുഖദേവ് ജി ബ്രൈറ്റ്സ് ചടങ്ങിൽ വിശിഷ്ടാതിഥിയാകും. വൈകിട്ട് 6:30-ക്ക് ദക്ഷിണഗംഗ പമ്പാ നദിയിൽ ആരതിയും നദീപൂജയും പുണ്യനദി പമ്പയിൽ സ്നാനവും നടക്കും. ജനം, പത്തനംതിട്ട. പത്തനംതിട്ട കോഴഞ്ചേരി പമ്പ മണപ്പുറത്ത് 130ാമത് മാരാമൺ കൺവെൻഷന് ഇന്ന് തുടക്കമാകും. ഉച്ചയ്ക്ക് 2:30-ക്ക് മാർത്തോമ സഭാധ്യക്ഷൻ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രൈസ്തവ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. പൂർണ്ണമായും ഹരിത പ്രോട്ടോകോൾ പ്രകാരമുള്ള കൺവെൻഷന് പമ്പാതീരം ഒരുങ്ങിക്കഴിഞ്ഞു.
ഓലമേഞ്ഞ പന്തൽ സജ്ജം. വിദേശത്തു നിന്നുള്ള സുവിശേഷകർ ഉൾപ്പെടെ പങ്കെടുക്കുന്ന ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന കൺവെൻഷനാണ് ഇന്ന് തുടക്കമാകുന്നത്. ഉച്ചയ്ക്ക് 2:30 മാർത്തോമ സഭ അധ്യക്ഷൻ ഡോക്ടർ തിയാഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. സുവിശേഷ പ്രസംഗ സംഘം പ്രസിഡന്റ് ഡോക്ടർ ഐസക് മാർപ്പിലക്സിനോസ് അധ്യക്ഷത വഹിക്കും. ബൈബിൾ ക്ലാസുകൾ, പൊതുയോഗം, സായാഹ്ന യോഗങ്ങൾ, യുവവേദി യോഗങ്ങൾ തുടങ്ങിയവ കൺവെൻഷന്റെ ഭാഗമായി നടക്കും. ഈ മാരാമൺ കൺവെൻഷന്റെ പ്രത്യേകത സർവരും ഉറ്റുനോക്കുന്നതായ ഒരു ആത്മീയ ഒരു ഉണർവ് ലഭ്യമാകുന്ന ഒരനുഭവമാണ്. അതിന് സഹായകരമായിട്ട് പന്തലും പരിസരവും വിശുദ്ധം എന്ന രീതിയിൽ കണ്ടുകൊണ്ട് പ്രകൃതി സൗഹൃദ ആ ഒരു സന്ദേശം പരത്തുന്നതായ രീതിയിലാണ് എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിരിക്കുന്നത്. ഫെബ്രുവരി 16 കൺവെൻഷന് സമാപനമാകുക. ജനം, പത്തനംതിട്ട. സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്ക് വഴികാട്ടിയായ ജ്ഞാനസൂര്യനായിരുന്നു പി പരമേശ്വർജി. എതിരാളികൾ പോലും ആദരപൂർവ്വം പരമേശ്വർജി എന്ന് വിളിച്ച വ്യക്തിത്വം. സമൂഹത്തിന് മുഴുവൻ പ്രകാശഗോപുരമായിരുന്ന അദ്ദേഹത്തിന്റെ സ്മൃതി ദിനമാണിന്ന്. 2020 ഫെബ്രുവരി 9 അദ്ദേഹം വിടവാങ്ങിയത്. അസ്തമിക്കാത്ത ആദർശ സൂര്യനായി ഒരു സമൂഹത്തിന് മുഴുവൻ വെളിച്ചം പകർന്ന മാർഗദീപം. സംസ്കാരത്തെ കണ്ണുമടച്ചെതിർക്കുന്നതാണ് പുരോഗമനമെന്ന ഇടത് നറേറ്റീവുകൾ സൃഷ്ടിച്ച മിഥ്യാധാരണയ്ക്ക് ഭാരതീയ സംസ്കാരത്തിൽ അടിയുറച്ച പ്രവർത്തനങ്ങളിലൂടെ നവോത്ഥാനം സൃഷ്ടിച്ച് മറുപടി നൽകിയ ദീക്ഷണാശാലി. സംഘപ്രസ്ഥാനത്തിന് ഭൗതികമായ പ്രകാശം പകർന്നു നൽകിയ മഹാഋഷി. ഏതൊരു സാധാരണ പ്രവർത്തകനും ഏത് പ്രതിസന്ധിയിലും വഴികാട്ടിയാകുന്ന അറിവിന്റെ നിറകുടമായിരുന്നു പി പരമേശ്വരൻ എന്ന പരമേശ്വർജി. സംവാദത്തിന്റെയും സമന്വയത്തിന്റെയും ഭാവമാണ് പരമേശ്വർജി പ്രതിനിധാനം ചെയ്തത്. 1927 ഒക്ടോബർ 3 ചേർത്തലയിലാണ് പി പരമേശ്വരൻ ജനിച്ചത്. വിദ്യാഭ്യാസ കാലത്ത് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ഭാഗമായി. 1950 മുഴുവൻ സമയ പ്രവർത്തകനായി. 1957 ഭാരതീയ ജനസംഘത്തിന്റെ കേരളത്തിലെ സംസ്ഥാന സംഘടനാ സെക്രട്ടറി, ദേശീയ സെക്രട്ടറി, വൈസ് പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. ജനസംഘത്തിൽ സജീവമായിരുന്നപ്പോൾ ദീൻദയാൽ ഉപാധ്യായ, അടൽ ബിഹാരി വാജ്പേയി, LK അദ്വാനി തുടങ്ങിയ ഉന്നത നേതാക്കളോടൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ട്. അടിയന്തരാവസ്ഥക്കാലത്ത് ജയിൽവാസം അനുഷ്ഠിച്ചു. സ്വാമി ആഗമാനന്ദന്റെ ശിഷ്യനായി ശ്രീരാമകൃഷ്ണ മിഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച അദ്ദേഹം പിന്നീട് RSSന്റെ പ്രചാരകനായി. ദാർശനികൻ, ബുദ്ധിജീവി, കവി, ചിന്തകൻ, അതുല്യനായ സംഘാടകൻ എന്നിങ്ങനെ പി പരമേശ്വർജിക്കുള്ള വിശേഷണങ്ങൾ ഏറെയാണ്. കാവി ഉടുക്കാത്ത സന്യാസി എന്നാണ് സ്വാമി ചിന്മയാനന്ദൻ പരമേശ്വർജിയെ വിശേഷിപ്പിച്ചത്. 1982 ഭാരതീയ വിചാര കേന്ദ്രം സ്ഥാപിച്ചു. കന്യാകുമാരി വിവേകാനന്ദ കേന്ദ്രത്തിന്റെ അധ്യക്ഷനായും പ്രവർത്തിച്ചു. 2004 പത്മശ്രീയും 2018 പത്മവിഭൂഷണും നൽകി രാഷ്ട്രം അദ്ദേഹത്തെ ആദരിച്ചു. 2020 ഫെബ്രുവരി 9 ആ മഹത് വ്യക്തിത്വം വിടവാങ്ങി. കർമ്മമണ്ഡലങ്ങളിൽ ആ ശരീരത്തിന്റെ അഭാവം പലപ്പോഴും നിഴലിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം പങ്കുവച്ച ചിന്താധാരകൾ എണ്ണമറ്റ കൃതികളിലൂടെയും കുറിച്ചിട്ട വാക്കുകളിലൂടെയും ഇന്നും സമൂഹത്തിന് വഴിവിളക്കായി നിൽക്കുന്നു. ന്യൂസ് ഡെസ്ക്, ജനം. ഡൽഹിയുടെ പുനർനിർമ്മാണം ലക്ഷ്യമിട്ടാണ് ജനങ്ങൾ BJPക്ക് വിജയം സമ്മാനിച്ചതെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. കേരളത്തിൽ പുതിയ നവോത്ഥാന വോട്ടിംഗ് ഉണ്ടാകുമെന്നും ഡൽഹിയിലെ വിജയം അതിന് വലിയ പങ്ക് വഹിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. തൃശ്ശൂരിലെ ആഹ്ലാദ പ്രകടനത്തിൽ പങ്കെടുത്തതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൊടുങ്ങല്ലൂരിൽ പക്ഷികൾക്ക് കുടിവെള്ളം നൽകുന്നതിനായുള്ള മൺപാത്രങ്ങൾ വിതരണം ചെയ്തുകൊണ്ടായിരുന്നു കേന്ദ്രമന്ത്രിയുടെ തൃശ്ശൂരിലെ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. ശേഷം കോട്ടപ്പുറം പള്ളിയിലേക്ക്. ഫാദർ വർഗീസ് താണിയത്ത് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന 40 പേർക്ക് നിർമ്മിച്ചു നൽകിയ ഭവനങ്ങളുടെ താക്കോൽദാന ചടങ്ങിൽ പങ്കെടുത്തു. അരിമ്പൂർ, പാവറട്ടി, ചിറ്റാട്ടുകര എന്നിവിടങ്ങളിലെ ദേവാലയങ്ങളും കേന്ദ്രമന്ത്രി സന്ദർശിച്ചു. തുടർന്ന് വേലൂർ കിരാലൂർ പ്രദേശത്തെ കുടിവെള്ള പദ്ധതിയും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു.
ഡൽഹിയിലെ BJPയുടെ തിളക്കമാർന്ന വിജയത്തിൽ തൃശൂർ റൗണ്ടിൽ കേന്ദ്രമന്ത്രിയുടെ നേതൃത്വത്തിൽ മധുരം വിതരണം ചെയ്തു. തുടർന്ന് BJP പ്രവർത്തകർ റൗണ്ടിൽ ആഹ്ലാദ പ്രകടനം നടത്തി. അവിടുത്തെ ജനങ്ങളുടെ വിജയമാണ്. അതിൽ മലയാളികളും ഡൽഹിയിൽ സൗത്ത് ഇന്ത്യൻ വലിയ പങ്ക് വഹിച്ചിരിക്കുന്നു. നമുക്കാരെയും പാഠമൊന്നും പഠിപ്പിക്കണ്ട. ജനങ്ങൾ ശരിക്കും ഇതൊരു പാഠമായി സ്വീകരിച്ചുകൊണ്ട് ജനം ഒരു പാഠം പഠിച്ചാൽ മതി. ജനത്തിന് അതിനുള്ള സൂചന ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടാവും. പുതിയ നവോത്ഥാന വോട്ടിംഗ് ചിന്തകൾ ഉണ്ടാവുന്നതിലേക്ക് വഴി തെളിയിക്കും. നൂറുകണക്കിന് പ്രവർത്തകരാണ് ആഹ്ലാദ പ്രകടനത്തിൽ പങ്കെടുത്തത്. ജനം, തൃശൂർ. ബസ് ഡ്രൈവറായ അച്ഛനും കണ്ടക്ടറായ മകൾക്കുമൊപ്പം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ബസ് യാത്ര നടത്തിയത് കൗതുകമുണർത്തുന്ന കാഴ്ചയായി. കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം റൂട്ടിലോടുന്ന രാമപ്രിയ ബസ്സിലെ ഡ്രൈവറായ ഷൈനും കണ്ടക്ടറായ മകൾ അനന്തലക്ഷ്മിക്കുമൊപ്പമായിരുന്നു സുരേഷ് ഗോപിയുടെ യാത്ര. കോട്ടപ്പുറം പള്ളിയിലേക്ക് ഫാദർ വർഗീസ് താണിയത്ത് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന 40 കുടുംബങ്ങൾക്കുള്ള താക്കോൽദാന ചടങ്ങിലേക്കായിരുന്നു കേന്ദ്രമന്ത്രി ബസ്സിൽ സഞ്ചരിച്ചത്. സുരേഷ് ഗോപി ബസ്സിൽ കയറിയതോടെ ഡ്രൈവറായ അച്ഛനും കണ്ടക്ടറായ മകൾക്കും ഇരട്ടി സന്തോഷം, യാത്രക്കാർക്കും കൗതുകം. ഇരുവരെയും അഭിനന്ദിക്കാനും കേന്ദ്രമന്ത്രി മറന്നില്ല. കണ്ടക്ടറായ അനന്തലക്ഷ്മി BCom ബിരുദം പൂർത്തിയാക്കി കണ്ടക്ടർ തൊഴിലിനൊപ്പം MCom പഠനവും തുടരുന്നുണ്ട്. ജനം, തൃശൂർ. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അന്തരിച്ച സാഹിത്യകാരൻ MT വാസുദേവൻ നായരുടെ വീട് സന്ദർശിച്ചു. MT തിരക്കഥ എഴുതി മമ്മൂട്ടി, സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവർ അഭിനയിച്ച ഒരു വടക്കൻ വീരഗാഥ എന്ന ചിത്രം റിലീസ് ചെയ്ത സാഹചര്യത്തിലാണ് സുരേഷ് ഗോപിയുടെ സന്ദർശനം. സിനിമയുടെ നിർമ്മാതാവായ PV ഗംഗാധരന്റെ കുടുംബവും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. വീട്ടിലെത്തി അദ്ദേഹം MTയുടെ ഫോട്ടോയിൽ ഹാരാർപ്പണം നടത്തി. MT മഹത്വമാണെന്നും അദ്ദേഹത്തിന്റെ പേര് ഇപ്പോൾ കൂടുതൽ ഉച്ചത്തിൽ മുഴങ്ങുകയാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഒരു വടക്കൻ വീരഗാഥ ഇനിയും ഒരു 35 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും റിലീസ് ചെയ്യാൻ സാധ്യതയുള്ള സിനിമയാണെന്നും സുരേഷ് ഗോപി അഭിപ്രായപ്പെട്ടു. വീരഗാഥയെ സംബന്ധിച്ച് അത് കുഞ്ചാക്കോ മുതലാളി പ്രതിപാദിച്ചപ്പോഴും നീലയുടെ ചിത്രങ്ങളിലും ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. സുബ്രഹ്മണ്യ മുതലാളി അത് വ്യാഖ്യാനിച്ചപ്പോഴും ഒന്നും വരാത്ത അർത്ഥതലങ്ങളൊന്നുമില്ല. ഏറ്റവും അടിത്തട്ടിലെ അംശങ്ങളാണ്. അത് വികാരമായാലും ശരി തന്നെ, പ്രതികാരമായാലും ശരി തന്നെ, അതിൻ്റെ ഏറ്റവും ഉൾക്കാമ്പിലേക്കാണ് MT അദ്ദേഹം ഇറങ്ങിച്ചെന്നിരിക്കുന്നത്. അത്രയും ജീവിതത്തിന് നിഗൂഢ തലങ്ങളുണ്ടെന്ന് ഉള്ളത് ഒരുപക്ഷെ അന്നത്തെ ആ സിനിമയിൽ അഭിനയിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് 28 29 വയസ്സാണ്. എനിക്ക് പോലും പൂർണ്ണമായിട്ടും ഭാര്യ എന്ന് പറയുന്ന സങ്കല്പത്തിലെ പോലും പൂർണ്ണമായ അറിവില്ല. അപ്പോൾ ഇത് കണ്ട എന്നേക്കാൾ ചെറുപ്പത്തിലുള്ള ചെറുപ്പക്കാർ ഇന്ന് കെട്ടിക്കാൻ പ്രായമുള്ള മക്കളുടെ അച്ഛനമ്മമാരാണ്. അവരുടെ ഒരു ആനന്ദം അവരന്ന് മനസ്സിലാക്കാൻ പറ്റാതെ പോയ ഇത് TV കാണുമ്പോൾ ലാഘവത്തിൽ ഇടയ്ക്കൊരു ചായ കുടിച്ച് ആരെങ്കിലും വിസിറ്റേഴ്സ് വന്ന് അവരുമായിട്ട് സംസാരിച്ചിരുന്നത് കണ്ട് ഇത് കൊള്ളാം എന്ന് പറയുന്ന ഒരു സിനിമയ്ക്കുള്ള കരുണ മാത്രമേ ലഭിക്കൂ. വെയർഹൌസുകളിൽ നിന്നുള്ള മദ്യം വിതരണം ചെയ്യുന്നതിനായി ബിവറേജസ് കോർപ്പറേഷൻ പുതിയ വാഹനങ്ങൾക്ക് ടെൻഡർ നൽകുമ്പോൾ തൊഴിൽ നഷ്ടപ്പെടുന്നത് ആയിരക്കണക്കിന് തൊഴിലാളികൾക്കാണ്. വർഷങ്ങളായി വെയർഹൌസുകളിൽ ഡ്രൈവർമാരായി ജോലി ചെയ്തിരുന്നവരാണ് ഇതോടെ പ്രതിസന്ധിയിലാകുന്നത്. പുതിയ വാഹനങ്ങൾ ക്ഷണിച്ചുകൊണ്ടുള്ള ടെൻഡർ നടപടികളിൽ നിന്നും ബിവറേജസ് കോർപ്പറേഷൻ പിന്മാറണമെന്നാണ് ഇവരുടെ ആവശ്യം. കേരള ബിവറേജസ് കോർപ്പറേഷൻ മദ്യവിതരണത്തിനായി പുതിയ വാഹനങ്ങൾ ടെൻഡർ വിളിച്ചതോടെയാണ് വെയർഹൌസുകളിലെ ഡ്രൈവർമാരുടെ തൊഴിൽ നഷ്ടമാകുന്നത്. വർഷങ്ങളായി കേരളത്തിലെ വിവിധ ജില്ലകളിലെ വെയർഹൌസുകളിലായി ആയിരക്കണക്കിന് പേർ ഈ ജോലി ചെയ്യുന്നു. ലോറി ഡ്രൈവർമാരും ക്ലീനർമാരും അടക്കം 2500 പേർ വെയർഹൌസുകളിൽ ജോലി ചെയ്യുന്നുണ്ട്. ആലപ്പുഴയിലെ വെയർഹൌസിൽ മാത്രം 30 പേർ ഈ തൊഴിലിനെ ആശ്രയിച്ചു കഴിയുന്നു. ഈ കൊട്ടേഷൻ സംവിധാനം ഒഴിവാക്കിക്കൊണ്ട് നിലനിന്നിരുന്ന സംവിധാനത്തിൽ തൊഴിലാളികളെ ജോലി ചെയ്യാൻ അനുവദിക്കപ്പെടണമെന്നുള്ളതാണ്. കഴിഞ്ഞ 32 വർഷക്കാലം എന്ന് പറഞ്ഞാൽ KSBC ഈ മദ്യം ഏറ്റെടുക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് മേഖലയിലായിരുന്ന സമയം മുതൽ വണ്ടി ഓടിക്കൊണ്ടിരുന്ന തൊഴിലാളികളാണ് ഞങ്ങളെല്ലാവരും തന്നെ. തൊഴിലാളികളിൽ ഭൂരിഭാഗവും 50-നും 60-നും ഇടയിൽ പ്രായമുള്ളവരാണ്. ജോലി നഷ്ടമായാൽ കുടുംബം പട്ടിണിയിലാകും. മെയിനായിട്ടെന്ന് പറഞ്ഞാൽ സർക്കാർ ഈ ടെൻഡർ നടപടിയിൽ നിന്ന് പിന്മാറി
ഞങ്ങളെ സഹായിക്കുക, അതാണ് മെയിനായിട്ട് പറയാനുള്ളത്. പുതിയ വാഹനങ്ങൾ ക്ഷണിച്ചുകൊണ്ടുള്ള ടെൻഡർ ഒഴിവാക്കി തങ്ങളെ തന്നെ തുടരാൻ അനുവദിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി വകുപ്പ് മന്ത്രിക്കും MLAയ്ക്കും ആലപ്പുഴയിലെ തൊഴിലാളികൾ പരാതി നൽകിയിട്ടുണ്ട്. ജനം, ആലപ്പുഴ. KSRTCയിൽ കൊറിയർ നിരക്കുകൾ വർദ്ധിപ്പിച്ചു. 5 കിലോയ്ക്ക് മുകളിലേക്കുള്ളതിനാണ് നിരക്ക് വർദ്ധിപ്പിച്ചത്. പുതുക്കിയ നിരക്ക് നാളെ മുതൽ പ്രാബല്യത്തിൽ വരും. 1.5 വർഷം മുൻപാണ് KSRTCയിൽ ലോജിസ്റ്റിക്സ് ആൻഡ് കൊറിയർ സർവീസ് ആരംഭിച്ചത്. തുടക്കത്തിൽ എതിർപ്പുകൾ ഉയർന്നുവെങ്കിലും ശേഷം സർവീസ് വിജയകരമായി. പൊതുജനങ്ങൾക്ക് കൂടുതൽ സേവനം നൽകുന്നതിന്റെ ഭാഗമായിട്ടാണ് ചെറുതോതിൽ നിരക്ക് വർധനവ് നടത്തിയതെന്നാണ് KSRTCയുടെ വിശദീകരണം. കിലോ വരെയുള്ള കൊറിയർ സർവീസിന് വില വർദ്ധിപ്പിച്ചിട്ടില്ല. 5 മുകളിൽ വരുന്ന നിരക്കുകൾക്കാണ് വില വർധനവ്. പഴയ നിരക്ക് പ്രകാരം 30 കിലോ വരെയുള്ള സാധനം 200 കിലോമീറ്റർ വരെ എത്തിക്കുന്നതിന് 129 രൂപയായിരുന്നു. ഇതിപ്പോൾ 28 രൂപ വർദ്ധിപ്പിച്ച് 158 രൂപയിലെത്തിയിരിക്കുകയാണ്. ഏറ്റവും ഉയർന്ന 120 കിലോഗ്രാം ഉള്ള സാധനം 200 മീറ്റർ വരെ എത്തിക്കുന്നതിന് മുൻപ് 507 രൂപയായിരുന്നു. അതിപ്പോൾ 619 രൂപയായിരിക്കുകയാണ്. വെറും 112 രൂപയുടെ വർധനവ് മാത്രമാണ് വരുത്തിയിരിക്കുന്നതെന്നാണ് KSRTC പറയുന്നത്. നിരക്ക് നാളെ മുതൽ പ്രാബല്യത്തിൽ വരും. ജനം, തിരുവനന്തപുരം. മൂന്നാറിന്റെ കാഴ്ചകൾ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഓർമ്മകളാണ്. മൂന്നാറിൽ ഒരു തവണയെങ്കിലും പോയിട്ടുള്ളവർക്കും അതങ്ങനെ തന്നെയാണ്. മൂന്നാറിലെ ആ കാഴ്ചകളും തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലൂടെയുള്ള യാത്രകളുമൊക്കെ വ്യത്യസ്തമാക്കാൻ ഒരാൾ ഒരുങ്ങിയിരിപ്പുണ്ട്. KSRTCയുടെ ഒരു ഡബിൾ ഡക്കർ ബസ്. മൂന്നാറിന്റെ റോയൽ വ്യൂ എന്ന ഡബിൾ ഡക്കർ ബസിന്റെ വിശേഷങ്ങൾ. മൂന്നാറിന്റെ രാജകീയമായ കാഴ്ചകൾ. ആ രാജകീയ കാഴ്ചകൾ സഞ്ചാരികൾക്ക് ആവോളം ആസ്വദിക്കാൻ ഒരു രാജകീയ വാഹനം. അതാണ് KSRTCയുടെ റോയൽ വ്യൂ ഡബിൾ ഡക്കർ ബസ്. ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തതിനു പിന്നാലെ വാഹനത്തിന്റെ കുതിപ്പ്. പ്രകൃതിയെ ആവോളം ആസ്വദിച്ചുള്ള യാത്ര. ബസ്സിനുള്ളിലിരുന്ന് പുറത്തെ കാഴ്ചകൾ കൂടുതൽ വിശാലമായി കാണാമെന്നതാണ് ബസിന്റെ പ്രത്യേകത. മുകൾ വശത്തും ഇരുവശങ്ങളിലും ഗ്ലാസ് പാനലുകളാണ് നിർമ്മാണത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത്. മൂന്നാറിന്റെ ടൂറിസം മേഖലയ്ക്ക് ഡബിൾ ഡക്കർ ബസ് പുത്തൻ ഉണർവ് നൽകുമെന്ന് മന്ത്രി. ഈ ബസ് മൂന്നാറിന് വേണ്ടി മാത്രം രൂപകൽപ്പന ചെയ്തതാണ്. മൂന്നാറിന്റെ മനോഹാരിത മറ്റൊരു വ്യൂവിലൂടെ കാണാൻ വേണ്ടിയിട്ടാണ് റോയൽ വ്യൂ ഉണ്ടാക്കിയത്. പക്ഷെ സാധാരണക്കാരായ ആൾക്കാർക്ക് ഇതുവരെ കാണാത്ത ഒരു മൂന്നാർ കാണാനുള്ള അവസരമാണ് ഈ ബസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരുപാട് കാഴ്ചകളുണ്ട്. ഈ കാഴ്ചകളെല്ലാം കാണുന്നതോടൊപ്പം മറ്റൊരു അനുഭവം കൂടി പകർന്നു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ബസ് രൂപകൽപ്പന ചെയ്തത്. കാരണം പച്ച പട്ട് വിരിച്ചതുപോലെ വിരിഞ്ഞ് തിറന്ന് കിടക്കുന്ന തേയിലത്തോട്ടങ്ങളുടെ നടുവിലൂടെ പോകുമ്പോൾ ഒരു കാഴ്ചയുണ്ട്. രാവിലെ മിസ്റ്റുള്ള സമയത്ത് പോവുകയാണെങ്കിൽ ഈ മിസ്റ്റ് ഇങ്ങോട്ട് വരുമ്പോൾ ഈ സാധനം മിസ്റ്റിനകത്തൂടെ പ്ലെയിൻ മേഘങ്ങളുടെ ഇടയിലൂടെ പോകുന്ന പോലെ ഒരു അനുഭൂതി ഉണ്ടാവും. മുകളിലൊക്കെ ഇങ്ങനെ മിസ്റ്റ് മോളിക്കൂടി ഇങ്ങനെ കണ്ണാടിയിൽ മോളിക്കൂടെ പോകുന്ന കാണാം. കോട്ടെ മഴയുള്ള സമയത്ത് കാണാൻ അതിമനോഹരമായി മഴത്തുള്ളികൾ ഈ മുകളിലത്തെ ഗ്ലാസ്സിൽ ഇങ്ങനെ വീട് ചെതറുന്ന മനോഹരമായ കാഴ്ചയുണ്ട്. ആ കാഴ്ച കണ്ടിട്ട് നിങ്ങൾ പറയുക ഞാൻ പറയുന്നത് വെറുതെയാണോ എന്ന് മനസ്സിലാവും. 200, 400 എന്നിങ്ങനെയാണ് ബസിന്റെ ടിക്കറ്റ് നിരക്ക്. മുകളിലും താഴെയുമായി 48 പേർക്ക് ബസ്സിൽ യാത്ര ചെയ്യാം. മൂന്നാർ മുതൽ പെരിയ കനാൽ വരെ രാവിലെ 7-നും 11:30-ക്കും ഉച്ചകഴിഞ്ഞ് 3:30-ക്കുമാണ് സർവീസ്. ബസിന്റെ സർവീസ് ഇതിനോടകം തന്നെ സഞ്ചാരികൾ ഏറ്റെടുത്തു കഴിഞ്ഞു. ഇതിനിടെ റോയൽ വ്യൂ സർവീസ് നിർത്തലാക്കണമെന്നാവശ്യപ്പെട്ട് മൂന്നാറിലെ ഓൾ ടാക്സി ഡ്രൈവേഴ്സ് രംഗത്തെത്തി. മൂന്നാറിലെ ടാക്സി തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടമാകുമെന്നതായിരുന്നു വാദം. പ്രതിഷേധങ്ങൾ അത്രയും വകവയ്ക്കാതെയാണ് മൂന്നാറിൽ ഡബിൾ ഡെക്കർ ബസിന്റെ സർവീസ് ആരംഭിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ സഞ്ചാരികൾ ബസിന്റെ സർവീസ് ഏറ്റെടുക്കുമെന്ന പ്രതീക്ഷയിലാണ് KSRTC.
ഇടുക്കി. ലോകത്തെ ഏറ്റവും വലിയ ചരക്ക് കപ്പലായ MS ഐറീന വിഴിഞ്ഞം തുറമുഖത്തെത്തുന്നു. മെയ് 24-ാം തീയതി കപ്പൽ വിഴിഞ്ഞം തുറമുഖത്ത് നങ്കൂരമിടും. ഈ മാസം നടക്കുന്ന അന്താരാഷ്ട്ര ഇൻവെസ്റ്റ്മെന്റിൽ ഏറ്റവും കൂടുതൽ നിക്ഷേപങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നതും മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി തന്നെ. മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ ചരക്ക് കപ്പലായ MSC ഐറീന 400 മീറ്റർ നീളം, 61 മീറ്റർ വീതി, ഡ്രാഫ്റ്റ് ചെയ്യുന്ന ആഴം 15.4 മീറ്റർ. ഫെബ്രുവരി 8-ന് സ്പെയിനിലെത്തിയ കപ്പൽ അവിടെ നിന്നും സിംഗപ്പൂരിലേക്ക്. മെയ് 24-ാം തീയതി ചരക്കുമായി ഐറീന വിഴിഞ്ഞം തീരത്ത് നങ്കൂരമിടും. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ചരക്ക് വാഹിനിയായ കപ്പലാണ് വിഴിഞ്ഞത്തെത്തുന്നത്. MSC വിഴിഞ്ഞം തുറമുഖത്തിന്റെ സ്ഥിര ചരക്ക് സർവീസായി മാറിക്കഴിഞ്ഞു. കഴിഞ്ഞ മാസം നടന്ന വിഴിഞ്ഞം കോൺക്ലേവിൽ MSCയുടെ പ്രതിനിധികൾ പങ്കെടുക്കുകയും കൂടുതൽ ചരക്ക് വിനിമയം വിഴിഞ്ഞം തുറമുഖവുമായി നടത്താനുള്ള താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്തു. ഈ മാസം കൊച്ചിയിൽ വെച്ച് നടക്കുന്ന അന്താരാഷ്ട്ര മാരിടൈം കോൺക്ലേവിൽ MSC അവരുടെ കൂടുതൽ നിക്ഷേപങ്ങളെ പറ്റി സർക്കാരുമായി ധാരണയാകും. ഖരചരക്ക് വിനിമയത്തിന് പുറമെ ദ്രവ്യചരക്ക് വിനിമയവും വിഴിഞ്ഞം തുറമുഖത്തിലൂടെ നടത്താനാണ് തീരുമാനം. അതേസമയം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിനോട് അടുത്ത് ചരക്ക് കപ്പലിന്റെ ഏറ്റവും ആഴം കൂടിയ ഡ്രാഫ്റ്റിംഗും നടന്നു കഴിഞ്ഞു. MSCയുടെ തന്നെ കാർമലിറ്റിയാണ് തീരത്ത് ഡ്രാഫ്റ്റ് ചെയ്തത്. ഇന്ത്യൻ തുറമുഖങ്ങളിലെത്തിയ ഏറ്റവും ഡ്രാഫ്റ്റ് കൂടിയ കപ്പലാണ് MSC കാർമലിറ്റ. ജനം, തിരുവനന്തപുരം. ഏരീസ് ഇന്റർനാഷണൽ മാരിടൈം റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വ്യവസായ മേഖലയിലെ വിദഗ്ധർക്ക് ഡോക്ടറേറ്റുകൾ നൽകി ആദരിച്ചു. യൂറോപ്യൻ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിയുമായി സഹകരിച്ചാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. ദുബായിൽ നടന്ന ചടങ്ങിൽ ഏരീസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് സ്ഥാപക ചെയർമാൻ സോഹൻ റോയ് മുഖ്യാതിഥിയായിരുന്നു. റീബോക്കിന്റെ സഹസ്ഥാപകനായ ജോസഫ് വില്യം, സിന്തറ്റ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിന്റെ എക്സിക്യൂട്ടീവ് ചെയർമാൻ ഡോക്ടർ വിജു ജേക്കബ്, നാഷണൽ മാരിടൈം അക്കാദമിയുടെ മാനേജിംഗ് ഡയറക്ടർ ക്യാപ്റ്റൻ തുർക്കി അൽ ഷർഹി എന്നിവർക്കാണ് ഓണററി ഡോക്ടറേറ്റ് നൽകി ആദരിച്ചത്. നഗരത്തിലെ സ്ഥാപനങ്ങളിൽ സുരക്ഷാ പരിശോധന കർശനമാക്കി കൊച്ചി കോർപ്പറേഷൻ. കലൂർ സ്റ്റേഡിയം സമുച്ചയത്തിലെ കഫേയിൽ സ്റ്റീമർ പൊട്ടിത്തെറിച്ച ഒരാൾ മരിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി. കഫേയിലെ അപകടത്തിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്നും പരിശോധിക്കും. കൊച്ചി കോർപ്പറേഷനിലെ എല്ലാ സ്ഥാപനങ്ങളിലും എഞ്ചിനീയറിംഗ്, ഹെൽത്ത്, റവന്യൂ വിഭാഗങ്ങൾ സംയുക്തമായി പരിശോധന നടത്തും. ലൈസൻസോ ഫയർ എൻഒസിയോ ഇല്ലാതെ നിരവധി സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് പരാതികൾ. അനധികൃത നിർമ്മാണങ്ങളും നടന്നിട്ടുണ്ട്. ക്രമക്കേടുകളും സുരക്ഷാ വീഴ്ചയും കണ്ടാൽ നോട്ടീസ് നൽകും. നിശ്ചിത സമയത്തിനുള്ളിൽ കൃത്യമായ മറുപടിയും രേഖകളും സമർപ്പിച്ചില്ലെങ്കിൽ അടച്ചുപൂട്ടൽ നോട്ടീസ് നൽകും. ഇതിനിടെ കലൂർ സ്റ്റേഡിയം സമുച്ചയത്തിലെ ഐഡലി കഫേയിൽ സ്റ്റീമർ പൊട്ടിത്തെറിച്ച് കഫേ ജീവനക്കാരൻ മരിച്ച സംഭവത്തിൽ സുരക്ഷാ വീഴ്ച പരിശോധിക്കുകയാണ്. ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് വിഭാഗം, സയന്റിഫിക് ഓഫീസർ, ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്, ഫോറൻസിക്, PWD, കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗങ്ങൾ പരിശോധന നടത്തിയിരുന്നു. പരിശോധനാ റിപ്പോർട്ടുകൾ ഉടൻ സമർപ്പിക്കും. സ്റ്റേഡിയത്തിലെ പല സ്ഥാപനങ്ങളും നിർദ്ദേശങ്ങൾ ലംഘിച്ച് പാചകവാതക സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നതായും ഫയർ സേഫ്റ്റി സംവിധാനങ്ങൾ കാര്യക്ഷമമല്ലെന്നുമുള്ള നിരവധി പരാതികൾ നേരത്തെ തന്നെ ഉയർന്നിരുന്നു. ജനം, കൊച്ചി. അനുഷ്ഠാനങ്ങളുടെ പേരുള്ള മുസ്ലിം സംഘടനകളിലെ ഭിന്നത രൂക്ഷം. സക്കാത്ത് കർമ്മങ്ങൾ ശരീഅത്ത് പ്രകാരമാണ് ചെയ്യേണ്ടതെന്ന് കേരള മുസ്ലിം ജമാഅത്ത്. ജമാഅത്തെ ഇസ്ലാമിയുടെ സക്കാത്ത് ക്യാമ്പയിനെ വിമർശിച്ചായിരുന്നു പ്രതികരണം. സക്കാത്ത് ക്യാമ്പയിൻ ഇസ്ലാം മതാചാരങ്ങൾക്കെതിരാണെന്ന വിമർശനം സുന്നി സംഘടനകൾ നിരന്തരം ഉന്നയിക്കുമ്പോഴും ജമാഅത്തെ ഇസ്ലാമി സംഘടിത സക്കാത്ത് തുടരുകയാണ്. അതിനെ പ്രതിരോധിക്കാനുള്ള ശ്രമവുമായി ഇരുവിഭാഗം സമസ്തയും രംഗത്തുണ്ട്. സംഘടിത സക്കാത്ത് അടുത്ത കാലത്ത് ഉയർന്നു വന്നതാണെന്നും ഇസ്ലാം പാരമ്പര്യത്തിൽ അതില്ലെന്നും കേരള മുസ്ലിം ജമാഅത്ത് പറയുന്നു. ബാങ്കും പലിശയുമൊക്കെ സംഘടിത സക്കാത്തിന്റെ ഭാഗമാകുന്നുണ്ട്. ശരീഅത്ത് പ്രകാരമാണ് സക്കാത്ത് ചെയ്യേണ്ടത്. സംഘടിത സക്കാത്തിനെ സാമൂഹിക സേവനമായി പരിഗണിക്കാനാകില്ലെന്നും കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന സെക്രട്ടറി വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി പറഞ്ഞു. സക്കാത്ത് അത് ഇസ്ലാമിക ശരീഅത്ത് പ്രകാരം അതിന് വ്യവസ്ഥകളൊക്കെ ഉണ്ടല്ലോ. ആ വ്യവസ്ഥ പൂർണ്ണമായും പാലിക്കപ്പെട്ടില്ല എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അപ്പോൾ ഒരു വ്യക്തി, സമ്പത്തുള്ള വ്യക്തി, അയാളുടെ സക്കാത്ത് അയാൾ തന്നെ കൊടുക്കുകയാണെങ്കിൽ അത്ര ഗുണം മറ്റത് കിട്ടില്ലല്ലോ. ഇങ്ങനെയുള്ള ഒരു സമ്പ്രദായത്തെ സംബന്ധിച്ച് പുതിയ വിഷയമാണ് വന്നതാണ്. നേരത്തെ അതില്ലല്ലോ. അപ്പോൾ അത് പാരമ്പര്യമായി നിലനിൽക്കണില്ല എന്ന് തന്നെ മനസ്സിലാവും. അതുകൊണ്ട് അത് സാധുവാവുകയില്ല, ശരിയാവുക എന്നുള്ള അഭിപ്രായം തന്നെയാണ് പണ്ഡിത സഭക്കൊക്കെ ഉള്ളത്. നേരത്തെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരും സംഘടിത സക്കാത്തിനെതിരെ രംഗത്തു വന്നിരുന്നു. ജമാഅത്തെ ഇസ്ലാമി സംഘടിത സക്കാത്തിലൂടെ ആരാധനയെ അട്ടിമറിക്കുകയാണെന്ന് EK വിഭാഗം സമസ്തയും നിലപാട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജനം, കോഴിക്കോട്. ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് at 2 PM കാണാം. നമസ്തേ.